എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ്.ടി കിച്ചൺ വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് കോവയ്ക്ക കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കോവയ്ക്കയാണ്. അപ്പോൾ അധികം മിറ്റാത്ത കോവയ്ക്കയെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്, പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയപ്പം ഇത്തിരി വിളഞ്ഞു പോയ കോവയ്ക്കയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത് മിറ്റാത്ത കോവയ്ക്ക വേണം എടുക്കാൻ. അപ്പം ഞാനവിടെ കോവയ്ക്ക കുറച്ചൊന്ന് അരിഞ്ഞതായി ഒരു മൺചട്ടിയിലേക്ക് ഇടുകയാണ്, കണ്ടോ. അപ്പോൾ കുറച്ച് കോവയ്ക്കൊക്കെ ഇതേ കളറിലായി കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പിഞ്ച് കോവയ്ക്ക നോക്കി എടുക്കണം, എങ്കിൽ മാത്രമേ കറി നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ കോവയ്ക്ക ഒന്ന് നീളത്തിന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കറിക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് കോവയ്ക്ക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ഒന്ന് നീളത്തിന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ, ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനവിടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളി നമുക്ക് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഞാനവിടെ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് നീളത്തിന് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ ഇവിടെ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മളിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോവയ്ക്ക കൊണ്ട് പല റെസിപ്പികളും തയ്യാറാക്കുന്നുണ്ട്. കോവയ്ക്ക മെഴുക്ക് തയ്യാറാക്കുന്നുണ്ട്, തോരൻ തയ്യാറാക്കുന്നുണ്ട്, അപ്പോൾ ഫ്രൈ തയ്യാറാക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു വെറൈറ്റി കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കോവയ്ക്ക ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരപ്പും കൂടി അരച്ച് ചേർക്കാം. അപ്പോൾ അധികം വെന്ത് ഉടഞ്ഞിട്ടില്ല, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനാവശ്യമുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ 1/4 മുറി തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ല വറ്റി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം വെള്ളമായിട്ടല്ല വയ്ക്കണം, നല്ല കുറുകിയ ഒരു ചാറോട് കൂടിയുള്ള ഒരു കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ആയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു ചട്ടിയുടെ ചൂടിലിരുന്ന് തന്നെ ഇത് നല്ലതുപോലെ വറ്റി വരും. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് കൊടുക്കാം. ഞാൻ കറിവേപ്പിലയും വറ്റൽമുളകും കടുകും ഇട്ടാണ് കടുക് താളിച്ച് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കലക്കി കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കോവയ്ക്ക കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണേ.